നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്നത്തെ സമൂഹത്തിൽ പലരിലും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി. കാൽഷ്യം ഡെഫിഷ്യൻസി അവരിൽ ഒരുപാട് സിംറ്റംസ് ആയിട്ട് കാണിക്കാറുണ്ട്. പലരും അത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ കുറയുന്ന സമയത്ത് നമ്മളൊരു സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട സ്റ്റേജിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങളിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് മസിൽ ക്രാംസ് ആണ്. മസിൽ ക്രാംസ് എന്ന് പറയുന്നത് കോച്ചിപ്പിടുത്തം. കോച്ചി പിടിക്കുന്ന സമയത്ത് നമ്മൾ പലരും അല്ലെങ്കിൽ തണുപ്പായിട്ടാണ് അല്ലെങ്കിൽ തണുപ്പ് കൂടുതൽ അടിച്ചിട്ടാണ് എന്നൊക്കെ കരുതാറുണ്ട്. അത് കൂടുതലും ആളുകളിൽ സംഭവിക്കുന്നത് ഈ ഒരു കാൽഷ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ മസിൽ ക്രാംസ്, കാലിലൊക്കെ വേദനകൾ വരിക, രാത്രികളിൽ ഈ ജോയിൻറ്റിലൊക്കെ വേദന വരിക. കൂടുതലും ക്രാംസ് വരിക രാത്രി ഉറങ്ങുന്ന സമയത്താണ്. ബോണ്ട് പെയിൻ അല്ലെങ്കിൽ ജോയിൻറ്റിലൊക്കെ വേദന വരുന്നത് എല്ലാ സമയങ്ങളിലും ആളുകളിൽ കാണിക്കാറുണ്ട്. അങ്ങനെ രാത്രി സമയം മാത്രമല്ല, നമ്മൾ നടക്കുന്ന സമയത്ത്, ഒന്ന് സ്റ്റെപ്പ് കയറുന്ന സമയത്ത്, ഒന്ന് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ തന്നെ ബോണ്ട് പെയിൻ ആയിട്ടും ജോയിൻറ്റ് പെയിൻ ആയിട്ടൊക്കെ ആളുകൾ കാണിക്കാറുണ്ട്. അതും കാൽഷ്യം ഡെഫിഷ്യൻസിയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ക്ഷീണം, അമിതമായിട്ടുള്ള ക്ഷീണം. നിങ്ങളിപ്പോൾ എത്ര ഉറങ്ങി, നിങ്ങൾ പ്രോപ്പറായിട്ട് 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും പിറ്റേന്ന് നിങ്ങൾക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലാത്ത ക്ഷീണമാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പല്ലിന് വേദന, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടൂത്തേക്ക് വരിക. അപ്പം ചിലപ്പോൾ നിങ്ങൾ കരുതും അത് പല്ലിന് മറ്റെന്തെങ്കിലും കേടുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കുന്നത്. അതൊരു പക്ഷേ കാൽസ്യം കുറയുന്ന സമയത്തും പല്ലിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കൈകാലുകൾക്ക് വരുന്ന തരിപ്പ്, മരവിപ്പൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞത് ക്രാംസ് ആണ്, രാത്രി നമുക്ക് കോച്ചി പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ തരിപ്പ്, മരവിപ്പൊക്കെ നിങ്ങളിൽ കൂടുതലായിട്ട് കാണിക്കുന്നതും കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, നിങ്ങൾക്ക് വേറെ റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ മുടി തന്നെ കൊഴിഞ്ഞു പോകുന്നൊരു കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മുടിയിൽ പിടിക്കുമ്പോഴേക്ക് തന്നെ കുറേ ആയിട്ട് പോവുക, മുടി കട്ടിക്കായിട്ട് നമുക്ക് മുടി കൊഴിഞ്ഞ് കയ്യിൽ തന്നെ വരുന്നൊരു കണ്ടീഷനുണ്ട്, അതുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആളുകളിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ്. അപ്പം ഇത്തരം സിംറ്റംസുകളൊക്കെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് പോവാൻ പാടില്ല. അപ്പം നമുക്ക് ഇങ്ങനെ കാൽഷ്യം കുറയുന്നതിന് ഒരു റീസൺ കൂടി ഉണ്ട്. റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നില്ല, അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ കുടലിൽ വെച്ചിട്ടാണ്. ഈ ഒരു കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ അത് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം നമ്മുടെ പല്ലുകളിലായിക്കോട്ടെ, ജോയിൻറ്റ്സിലായിക്കോട്ടെ, ബോൺസിലായിക്കോട്ടെ. ഇത് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ അത്യാവശ്യമാണ്. അതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ഈ കാൽഷ്യം പ്രോപ്പറായിട്ട് ബോഡിയിൽ അബ്സോർബ് ആവില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏകദേശം ഒരുപോലെയുള്ള ഫുഡുകളിലൂടെ നമുക്ക് ഇത് രണ്ടിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ്. അത് കൂടുതലായിട്ട് നമ്മൾ സൺഷൈൻ, അതായത് സൂര്യപ്രകാശം നമ്മുടെ കൈകാലുകൾക്ക് തട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റമിൻ ഡി കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കും. അത് പോയിട്ട് ഈ പറയുന്ന ബോൺസിലും അതുപോലെ തന്നെ പല്ലുകളിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു കുറവും കാര്യങ്ങളൊക്കെ അവിടെ അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഇതിലോട്ട് നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന ചേഞ്ചസ് കാരണവും നമുക്ക് കാൽഷ്യം നല്ല രീതിയിൽ കുറഞ്ഞു പോവാറുണ്ട്. അപ്പോൾ തന്നെ ചില അസുഖങ്ങളിലും കാൽഷ്യം ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കാൽഷ്യം കൂട്ടിയെടുക്കാൻ സാധിക്കുന്നത്? ഫസ്റ്റ് തന്നെ പറയുന്നത് ഡയറി പ്രൊഡക്ട്സുകളാണ്. പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും, പാല്, നെയ്യ്, വെണ്ണ, ചീസ്, ബട്ടർ, പനീർ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം അതിലൂടെ തന്നെ നമുക്ക് കാൽഷ്യം കൂട്ടിയെടുക്കാൻ പറ്റും. വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അതും കഴിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഭക്ഷണം കുറയ്ക്കാൻ പാടില്ല. മരുന്ന് എടുക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പലരും ഭക്ഷണം എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്ത്, അങ്ങനത്തെ ഒരു ശീലം പാടില്ല. രണ്ടും ഒരുപോലെ വേണം. പിന്നെ നമുക്ക് കാൽഷ്യമൊക്കെ നോർമൽ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സപ്ലിമെൻറ്റ്സ് ഒഴിവാക്കാം. എന്നാലും നമുക്ക് ഭക്ഷണം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഈ കാൽഷ്യം ടാബ്ലറ്റ് പലരും ഡോക്ടറിൻ്റെ ഒരു ഫസ്റ്റ് കൺസൾട്ടേഷനിൽ ഡോക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം കാൽഷ്യം ടാബ്ലറ്റ്. പിന്നീടും നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ഇതിങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ കഴിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ചില ആളുകൾ ഡോക്ടറിൻ്റെ നിർദ്ദേശമൊന്നും ഇല്ലാതെ മാസത്തിൽ ഒരു തവണ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കും, അല്ലെങ്കിൽ വിറ്റാമിൻ ഡി എടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യകതയില്ല. ഇത് കൂടിക്കഴിഞ്ഞാലും
ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം കാൽഷ്യം സ്റ്റോണൊക്കെ ഫോം ചെയ്യും. അപ്പം അത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം കഴിച്ചാൽ മതി. ഇപ്പം ഭക്ഷണത്തിലൂടെ ആവുന്ന സമയത്ത് അത്ര പെട്ടെന്ന് നമുക്ക് കാൽസ്യം സ്റ്റോണ് കാര്യങ്ങളൊന്നും വരില്ല. അത് ഒരുപാട് ഇതാവുന്ന സമയത്ത് മാത്രമേ അത് കൂടുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഡയറി പ്രൊഡക്ട്സ് എടുക്കുക, ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. ഇലക്കറികളുടെ അകത്ത് എല്ലാം സ്പിനാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചീര, മുരിങ്ങയുടെ ഇല എല്ലാം തന്നെ ഉൾപ്പെടുത്തണം നിങ്ങൾ ഇലക്കറികളിൽ. അതും മാക്സിമം കഴിക്കാം. അടുത്തതായിട്ട് നിങ്ങൾ എടുക്കേണ്ട നട്ട്സാണ്. ആൽമണ്ട്സ്, കാഷ്യൂ ഒക്കെ നട്ട്സിനകത്തും കാൽഷ്യം റിച്ച് ആണ്. അപ്പോൾ നട്ട്സുകൾ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഉൾപ്പെടുത്തുക. മത്സ്യങ്ങൾ, മത്തി, അയല പോലുള്ള മത്സ്യങ്ങളൊക്കെ തന്നെ ഡെയിലി ബേസിൽ നിങ്ങൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഫിഗ് പോലെയുള്ള ഫ്രൂട്ടുകൾ, ഡ്രൈ ഫ്രൂട്ടിൽ തന്നെ ഫിഗ് അഥവാ അത്തിപ്പഴം നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ടും കഴിക്കുന്നതും കാൽഷ്യത്തിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിനകത്ത് കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റ് കൊള്ളുന്നത് വൈറ്റമിൻ ഡി കൂട്ടിയെടുക്കാനാണ്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം തന്നെ കഴിക്കണം. ഇതെല്ലാം കഴിച്ചിട്ടും നിങ്ങൾക്ക് ചേഞ്ചസ് തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് വല്ലാതെ കുറഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുത്തിട്ട് നിങ്ങൾ അതിനുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുക. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. ഒരുപാട് കാലം ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കാൻ പാടില്ല. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് ഇതിപ്പം നിങ്ങൾ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക, സ്ട്രെസ്സ്, ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ട് ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ നടക്കുള്ളൂ. നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് എന്ത് വേണം, നല്ല പ്രോബയോട്ടിക്സ് കഴിക്കണം. പ്രോബയോട്ടിക്സ് കഴിച്ച് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ, നല്ല ബാക്ടീരിയ കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും അയണിൻ്റെ ഒക്കെ അബ്സോർപ്ഷനും പെട്ടെന്ന് നടക്കും ശരീരത്തിൽ. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നോർമൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഒക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.